പഴുത്ത ചക്ക കൊണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചായൻ്റെ ടൈമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പഴുത്ത ചക്കേൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ ചക്ക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അടി കട്ടിയുള്ള ഇതുപോലുള്ള ഒരു പാനോ എന്തെങ്കിലും വെക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളിനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ ഇട്ടത്. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് ചെറിയ തോതിലൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളിതാ ഇതുപോലൊന്ന് പരത്തി ഇട്ട് കൊടുത്താലും മതിയാകും. പിന്നെ അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന കാണാം. ആ ഒരു സമയത്ത് മാത്രം പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബ്രൗൺ ഷുഗർ നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കുന്ന കേക്കിന് കൂടുതൽ കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാരമലൈസ് ചെയ്യുമ്പോൾ അതിന് ഒന്ന് കളറ് കൂടുകയും ചെയ്യും. അപ്പോൾ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനും ഇത് അലിഞ്ഞിട്ട് ഇതുപോലെ ഒരു ലൂസായിട്ട് വരും. അതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ബ്രൗൺ കളറായിട്ട് വരും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു കളറ് വല്ലാത്തൊരു കളറും ആയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിന് ഒരു കരിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും, ഒരു കയ്പ്പ് ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പിറകോട്ട് മാറുക, അത് മേത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടാകും. അതൊന്നും സാരമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മെൽട്ടായിട്ട് നല്ലപോലെ തന്നെ യോജിച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളിതാ പഞ്ചസാര സിറപ്പ് നല്ലപോലെ ഒന്ന് പതഞ്ഞൊക്കെ വരികയും ചെയ്യും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. അതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു 1/2 കപ്പ് പഞ്ചസാരേനെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് മുന്നേ ഇതിലേക്കൊരു 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിക്കണം. അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് കുറച്ചും കൂടി സാധനം ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ 1 നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദപ്പൊടി തന്നെ ഇതിന് വേണമെന്നില്ല, നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് മാറി, മൈദപ്പൊടിയിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാനും അതുപോലെ തന്നെ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ നമ്മളുണ്ടാക്കുന്ന കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനുമാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് പതഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. ഇനി അടിച്ചു കൊണ്ടുവന്നതിലേക്ക് ഒരു 1/2 കപ്പിനേക്കാളും കുറച്ച് താഴെയുള്ള അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചു കൊണ്ടുവരാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, ആ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ 1-2 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി, ഒരുപാട് സമയം ഇട്ടങ്ങ് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പഞ്ചസാരയും ചേർത്തിട്ട് ഇതാ നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കാരമൽ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് നല്ലപോലെ തണുത്തിട്ടുണ്ടേനും. അപ്പോൾ അത് കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് കറക്കി കൊണ്ടുവരാം. അത് നമുക്കിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ കാരമൽ സിറപ്പ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളറ് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് പഞ്ചസാര പൊടിച്ച ആ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ പഴുത്ത ചക്ക ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചക്ക ഒന്ന് അരക്കുമ്പോൾ തന്നെ നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വരും. അപ്പോൾ അത്രത്തോളം ചക്ക ആവശ്യമുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ മിക്സിൻ്റെ ജാറിൽ നിറയുന്ന വിധത്തിലാണ് ചേർത്തത്. അപ്പോൾ അരച്ച് കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മുട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചക്ക ഈ ഒരു മുട്ടേൻ്റെ മിക്സുമായിട്ട് നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മൾ ചക്ക അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദേൻ്റെ മിക്സിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കേക്കിൽ ഇത് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മൈദ മിക്സുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മൈദ മാവ് ഈ ഒരു ബാറ്ററിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം. എന്നാൽ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്കാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മുട്ടയായാലും ബേക്കിംഗ് പൗഡർ ആയാലും ബേക്കിംഗ് സോഡ ആയാലും എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തണുപ്പ് തീരെ പാടില്ല. അപ്പോൾ ഇതാ ലാസ്റ്റ് ബാച്ചും മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മളിതാ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മൈദയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മൈദയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും അണ്ടിപ്പരിപ്പ് കിട്ടും. നമുക്ക് അല്ലെങ്കിൽ അടിഭാഗത്ത് താഴ്ന്ന് നിൽക്കും. അതുകൊണ്ടാണ് മൈദയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് അങ്ങ് ഒരുപാട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു ഗ്ലാസ് ബൗളിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ അതേ ഷേപ്പിൽ മുറിച്ച ബേക്കിംഗ് പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു എണ്ണേൻ്റെ മേലെ നിങ്ങൾക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് എത്തുന്ന വിധത്തിൽ എല്ലാ സൈഡും ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് മാവ് ഒഴിക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്കിനി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനെടുത്ത എല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റി തന്നെയാണ് കേട്ടോ എടുത്തത്. അതായത് മൈദപ്പൊടി ഞാൻ പറയുന്ന അളവെടുക്കുക, അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ആ ഒരേ അളവിലെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ്. ഇനി ഇതിൻ്റെ മേലെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മേലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കിസ്മിസും ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓവനിലല്ല നമ്മളിത് തയ്യാറാക്കുന്നത്, ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള വലിയൊരു അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കുന്നുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ മാറ്റി വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗമൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. മേലൊക്കെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്, എന്നാലും ഉൾഭാഗം ആയിട്ടില്ല. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു 10-15 മിനിറ്റും കൂടിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് റെഡി ആവാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ സിമ്മിൽ വെച്ചത് കൊണ്ടാണ് 45 മിനിറ്റ് കൊണ്ട് റെഡി ആയത്. അപ്പോൾ ഇതുപോലുള്ള ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഈ ഒരു സ്ക്വയർ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗവും ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പുറത്തേക്ക് വാങ്ങി വെക്കാം. അതുപോലെ തന്നെ കുക്കിംഗ് ടൈമൊക്കെ ഓരോ പാത്രത്തിനും അതുപോലെ ഗ്യാസ് അടുപ്പിനും ഒക്കെ അനുസരിച്ചിട്ട് ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നല്ലപോലെ പുറത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പ്ലം കേക്കും ഇതുപോലുള്ള കേക്കും ഒക്കെ ആയിട്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അതിന് നല്ലൊരു സോഫ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് ഇതൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൂടി കൊടുത്തു കഴിഞ്ഞാലെന്ന് പറയുമ്പോൾ ആവിയൊന്നും ഇറ്റാണ്ട് അത് നല്ല കറക്റ്റായിട്ട് നല്ല ഇതിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാനതങ്ങനെ ഒരു 2 ദിവസം ഞാനങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക, അത്രയും നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. ആ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചൂടോടെ കട്ട് ചെയ്യാണ്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഒരു പിറ്റേന്നൊക്കെ ആകുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടോടുകൂടി കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും നമുക്ക് ഒരു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് അത് ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ബേക്കിംഗ് പേപ്പറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്. കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദിവസം കഴിയുന്തോറുമാണ് അതിന് ആ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ കൂടുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ചക്ക വെച്ചിട്ടൊക്കെ കേക്ക് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ മാങ്ങ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. മാങ്ങേനേക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് എനിക്ക് ചക്ക വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ
കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. കാരണം നമ്മൾക്ക് ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റുകയും ചെയ്യും. അതായത് നമ്മൾ തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നല്ലൊരു ടേസ്റ്റുള്ള കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്